അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ മുതൽ ഈ കൈക്ക് അങ്ങ് ഭയങ്കര വേദന, എന്തോന്ന് അറിയാൻ വയ്യ. അയ്യോ, ചുമ്മാതല്ല, പുതിയ ചെയിൻ. എനിക്ക് സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് ചെയിൻ വേണ്ടെന്ന് ഞാൻ ചേട്ടനോട് ആവുന്ന പറഞ്ഞതാ. അയ്യോ, ചേട്ടനപ്പോ ഒരേ നിർബന്ധം, എൻ്റെ കയ്യിലൊരു ചെയിൻ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കയ്യിരുന്ന് എന്തിയേ? ഓ, ഞാൻ പറഞ്ഞു ശ്രദ്ധയില്ല, ഒട്ടും ശ്രദ്ധയില്ല. എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. അയ്യോ, കാലിടിച്ചു കൊണ്ട് വീണു. ഇവിടെ വേണ്ട സാരി, ഞങ്ങളോളെല്ലാം കടയിൽ പോയി എടുത്തോളാം. വിളിച്ചത് എന്തോടി ശബ്ദം കേട്ടത്? എന്തുവാന്ന് അറിയത്തില്ല ചേട്ടാ, എന്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് പോകും. ആദ്യം തൂത്തോണ്ടിരിക്കുവായിരുന്നു, ചപ്പോരി അങ്ങ് തെറിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കാലിടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോ ഇതും അങ്ങ് പോയി. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് എത്ര തവണ ഞാൻ പറയുന്ന കൊച്ചേ. നീ എവിടെയും പോയി മറിഞ്ഞടിച്ച് വീണ് നിന്റെ നടുവൊടിഞ്ഞ് കിടന്നാൽ നിന്നെ നോക്കി എനിക്ക് വിടിരിക്കാൻ പറ്റുമോ? എനിക്ക് വെളിപ്പേ കിടന്ന് ഇളകട്ടായോ? അല്ല, നിന്നെ നോക്കി എനിക്ക് വിടിരിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, കണ്ടോക്കെ എന്റെ പൊന്നുമോള് നടക്കാവൂ. നീ മാത്രമേ ഉള്ളൂ എനിക്ക്. കൈക്കൊരു വേദനയൊക്കെ ഉണ്ട്. 3.5 പവന്റെ ആയിരിക്കും ഇല്ലയോ? 2.5 ലക്ഷം രൂപ ചെലവാക്കിയതാ. ഈ നാട്ടിൽ എല്ലാ പെണ്ണുങ്ങളും തീർന്നുണ്ട്. എന്റെ പൊന്നുമോടെ കൈ എപ്പോഴും ഭാഗത്തീരെ പിടി പോലെ ചുമ്മാ ഇരിക്കും. പൊന്നുമോള് സൂക്ഷിച്ചും കണ്ടോക്കെ അവരത് ചെയ്യാവൂ. ചേട്ടനെ ഇവിടെ ഇരിക്കും, ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാവേ. ബാത്റൂമിൽ പോയി തെറ്റി വീടല്ലേ? ഇല്ല, വീണ് കഴിഞ്ഞ അറിയാലോ. എനിക്ക് വയ്യാപ്പോ കീർത്തനം നടക്കാൻ മുട്ടിഞ്ഞ ഭാരമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച കണ്ടോക്കെ പോകാവൂ കേട്ടോ. ഓ, ഞാനേ ഒരു ചെറിയൊരു ഗുമസ്തൻ ജോലിയാണേ. എനിക്ക് കിട്ടുന്ന ചില്ലറ പൈസ കണ്ട് ഇവളെന്നും പറയും എന്തെങ്കിലുമൊക്കെ ഒരു പൊന്നോ വേണം, എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ സ്വരുക്കുട്ടി വെച്ചിട്ട് ഒരു 3.5 പവന്റെ ഒരു കൈച്ചേരി മാറ്റി കൊടുത്തു. ഒരു ശ്രദ്ധയില്ല, എപ്പോഴും ഇതിങ്ങനെ കാണിച്ചും വേറെ ശ്രദ്ധയിലെന്ന് ഇങ്ങനെ നടക്കുക കേട്ടെ. അയ്യോ, ആടാ, ഈ പത്രം ഈ സമയത്താണ് വരുന്നത്. ഇവൻ വീട്ടിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുമായിരുന്നു ഈ പത്രം ഇത്ര നാൾ. എന്താ സംസ്ഥാനത്ത് മഴ കെടുത്തി, തീയതി കെടുത്തുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതി. ഓ, അങ്ങനെ അംഗൻവാടികളില് ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്കെ വീട്ടിൽ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പടിച്ച് വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവർ അജ്ഞാതനെ അണ്ണാ, മുറ്റത്ത് നിന്ന് ചക്ക വീണെന്ന് തോന്നുന്ന ഒന്ന് പെരക്കാത്തോട് എടുത്തിട്ടേക്കണേ. ആ ചക്ക അളിഞ്ഞായിരുന്നില്ല, ആ ചക്ക വീണെങ്കിൽ പ്ലിച്ച് പോയി. ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാന്നേ. എടി, ഈ പെണ്ണെന്തോ പെണ്ണാടി, കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ട് അരകല്ലെ വെച്ച് കത്തിയിട്ട് രാകുവാന്നോ? അയ്യോ, ഞാൻ കത്തിരാകിയല്ല, പിന്നെ കല്ലേൽ എന്റെ കാല് തേച്ച് കുറച്ചതാ. ആ, ശരിക്കും തേച്ചറക്കേ. ഇവിടെ കാലിൽ ഉപ്പിട്ട് കാണണം, ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കുന്ന പോലെ ബെഡ് വെന്റിരിക്കുക. കുളിച്ച് കഴിഞ്ഞില്ലയോ കുഞ്ഞേ? കഴിഞ്ഞീ. അല്ലൊക്കെ ശരിക്കും തോർത്ത്? അല്ലൊക്കെ ശരിക്കും തോർത്ത്. അല്ലല്ലോ, വെള്ളമൊക്കെ തോർത്ത് കൊണ്ടുവന്ന് മുറ്റത്തങ്ങനെ വിട്. ആ, തോർത്തിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുക ഭേദം. മുറ്റത്ത് കൊണ്ടു ഇടാൻ പറ്റത്തില്ല, പെരുമഴത്ത് ഞാൻ എങ്ങനെ കൊണ്ടിടാനാ? ഇതാണോ ഒരു തോർത്തിന്റെ കോലം ഒന്ന് കാണണം. ഞാൻ അപ്പഴേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞേന്ന്. ഇതൊന്നും വെള്ളം പോകത്തില്ലെന്ന് തലേന്ന് വെള്ളം പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ ടർക്കി മേടിച്ചാലേ. നല്ല മണം, ചന്ദ്രികയുടെ അതേ മണം. ആരാത്? ചന്ദ്രിക ആരാന്ന്? സോപ്പിന്റെ അതേ മണം, നല്ല മണം ഈ കുളിച്ചത്. അങ്ങനെ അല്ലണ്ണ, സമയം ഇത്രയായിട്ട് നമ്മുടെ അപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ. അപ്പുണ്ണിയോ? അപ്പുറത്തെ ചെറുക്കന് 40 വയസ്സുണ്ട് അപ്പുണ്ണി. ഇപ്പോഴും പിള്ളേരോട് ക്രിക്കറ്റും കളിച്ച് ചാടി നടക്കുക. ഒരു ഉപകാരിയാ കേട്ടോ. സത്യം പറഞ്ഞ അവന് എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ടാണ് എനിക്കൊരു വിശ്വാസവും ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊക്കെ. അതെ അതെ അതെ. നീ കുളിക്കാനൊക്കെ കടവിൽ പോകുമ്പോഴേ അപ്പുണ്ണി നിന്റെ കൂടെ വരുമോ? പിന്നെ വരുമല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് നീന്തി തുടിക്കുമ്പോഴത്തേക്ക് അവൻ അലക്കാനുള്ള തുണി എല്ലാം അലക്കി പുല്ലും പുറത്തിട്ട് വിരിച്ച് അഥവാ ഉണങ്ങിയിലേക്ക് ഊതി ഉടക്കും. പിന്നില്ലയോ അടിക്കുന്നു ചെറുക്കനെ എന്തെങ്കിലും പറഞ്ഞു വിടാമെങ്കിൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല, പോയാണെന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മീശ പിടിച്ച് വരയ്ക്കും. എന്താ അപ്പുണ്ണി വാതർന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്? എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കായിരിക്കും. അത് തുറക്കാൻ പറ്റത്തില്ല, അതാ മിണ്ടാതെ പോയത് അവന്. എന്നാലും എന്തോ എനിക്കറിയത്തില്ല, ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ട്. പ്രത്യേകത ഉണ്ടെന്നോന്നല്ലോ. എന്നാലും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ ഒരു പാത്രമൊക്കെ ആയിട്ട് പോയത് എന്തോ സംഭവം? നീയും ചേച്ചിയൊക്കെ ആയി എന്തോ ആ സംഭവം വെച്ചാൽ ആ
ആരുടെ മൊബൈൽ എടുത്തേ. നീ ഇന്നലെ വന്ന് എന്റെ മൊബൈൽ എടുത്ത അതിനകത്തെ ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിം ഒക്കെ കളിച്ച് ഉള്ള പൈസ എല്ലാം കളഞ്ഞ എന്റെ മൊബൈലിൽ അണ്ണന്റെ മൊബൈൽ എന്റെ മൊബൈൽ മൊബൈൽ ഉപയോഗിക്കല്ലേ സമയം കളയാൻ ഇതുപോലെ നശിച്ച സാധനം ഞാനിത് കളയാനിരിക്കുക. ഞാൻ എനിക്കാ മൊബൈൽ കളയാനിരിക്കുന്നല്ലേ പറഞ്ഞേ. അതിനകത്തുള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കളയാനിരിക്കുക. ഞാനെന്താ ഈ പായസം ഇവിടുന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയില്ല പായസം ഒന്നും. എന്താ പറയുക ഇത് എവിടുന്നാണ് ഈ പായസം? ഇത് വീട്ടിൽ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? ശർക്കര അരിയും കൂടെ ഇളക്കി ഉണ്ടാക്കി. അതല്ലെന്ന് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള എന്താ വിശേഷം എന്തുവാന്നുള്ളത്. എന്റെ ബെഡ് എന്റെ ബെഡ് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. അതെ. കൈ ഇങ്ങോട്ട് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഓ ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്, ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്, ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്. അപ്പൊ ഉണ്ണി യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം. എന്തോ മച്ചാ നിങ്ങൾ ഈ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ് അല്ലേ പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് അവന്റെ അല്ലേ? അത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയാം. ആദ്യം പറഞ്ഞ ഇങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വരാത്ത കാര്യം എന്താണെന്നറിയാം? എന്താ? ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ്. നീ പറഞ്ഞാട്ടെ, ഞാൻ പറയല്ലേ. നിനക്ക് എന്റെ ജന്മദിനാശംസകൾ. അതും തെറ്റിച്ച് വലിയ ഗുമസ്തനാന്ന് പറഞ്ഞോണ്ട് നടക്കുക. പറയുന്നത് മൊത്തം തെറ്റാ. കോടതി പോയില്ലായിരുന്നു? ഇല്ല, കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അവധിയായിരുന്നു. പ്രോസിക്യൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറല്ലേ? പോട്ടി സ്കൂട്ടർ. അവള് ഈ ഗോവൻ വക്കീലിനോട് തന്നെ. ഗോവൻ വക്കീൽ ഇവിടെ ഇല്ല. ഗോവൻ വക്കീല് ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേക്കുവാ. ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഉഗാണ്ടെ പോയത്. ഇതല്ലേ വേറൊരു വക്കീലാ എന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ആണല്ലേ? ആ വക്കീല് പിപിയാ. പിപിയാ? വക്കീലിനെ എങ്ങനെ എടുത്ത് വെച്ച് ഊതിയ പിപി സൗണ്ട് കേൾക്കും? അങ്ങനെ പിപി സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ എടാ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇങ്ങനെ എന്നെ കൂടെ തെറ്റിക്കും. പോ അങ്ങോട്ട്. നിങ്ങൾ പറയണ്ട. ഇംഗ്ലീഷ് മിണ്ടണ്ട. ബർത്ത്ഡേ ആയിട്ട് നമുക്കൊന്നും ഇല്ലയോ? ബർത്ത്ഡേ എനിക്ക് പോലും ഒന്നുമില്ലേ. കേക്കൊന്നും മാറ്റില്ലോടാ? കേക്കൊന്നും ഇല്ലെന്ന്. ആകെ നമുക്ക് ഒന്നാമത്തെ കാര്യം വീട്ടിൽ ഈ ചോറ് വെക്കാൻ പോലും അരി ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ. കഴിച്ചാൽ തികയില്ല. അതുകൊണ്ട് അമ്മ ഒരേ അരിയായിട്ട് രണ്ട് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിരിക്കുന്നത്. ആ അരി കട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നമുക്ക് വല്ല പണിക്കും പോകത്തില്ലായിരുന്നോടാ? 5 പൈസ കിട്ടിയായിരുന്നല്ലോ. അങ്ങനെയല്ലേ അമ്മ ബർത്ത്ഡേ പായസം പിന്നെ എങ്ങനെയാ ഒപ്പിച്ചെടുത്തു? ഇവിടെ കഞ്ഞി വെച്ചില്ലേ? നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ചോറ് തിന്നുവാന്ന് പറഞ്ഞാൽ നീ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ഇല വെട്ടി ഞങ്ങൾക്ക് കറക്റ്റായി തിന്നാനെ കൊണ്ട്. ഇല വെട്ടി തരാൻ വേണ്ടി നിങ്ങൾ ആടൊന്നും അല്ലല്ലോ. അതല്ലെന്ന് എടാ, ഇല വെട്ടി അതിനകത്ത് സദ്യ ഇരിക്കും. നീ ഇല്ല ഞങ്ങൾക്ക് തരണ്ടേന്ന്. അല്ല, അങ്ങനെ സദ്യ തരാനൊന്നും ഇല്ല. ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല. ഒന്നും വെച്ചില്ല. ഇല്ലടി, ഇവിടെ ഒന്നും വെച്ചില്ല. ചിക്കനെ എന്ത്? എനിക്ക് ചിക്കൻ കറി തല്ലേന്നാണ് പുള്ളി പറഞ്ഞ ആക്ഷൻ. അതല്ലത്, ഈ ചെക്കൻ എന്തെങ്കിലും കൊടുക്കണ്ടാന്നുള്ള ഇതാ പറഞ്ഞ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരോട് കാര്യം പറ. എനിക്ക് അടുക്കളയിലെ ചെറിയ ഒരു ജോലി ഉണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ. അവള് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇവളെ കൂടെയൊക്കെ തുണി കഴുകാനും കുളിക്കാനും പോകുമ്പോഴേ നീ കൂടെ പോകുമോ? പോകും. ഞാൻ തന്നെ പോകണം. എല്ലാ സഹായത്തിനും ചേച്ചിക്ക് ഞാനല്ലേ കൂടെ പോകുന്നു. പിന്നെ ഇവിടെ നീന്തി കളിക്കുമ്പോ നീ തുണിയെല്ലാം തുണിയെല്ലാം അവിടെ ഉണക്കും, എല്ലാം ചെയ്യും, എല്ലാം പറക്കി കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ സോപ്പ് എടുത്ത് എല്ലാ സഹായവും ഞാനാ പുഴയിലൊക്കെ. സത്യം പറഞ്ഞ ഞാൻ ഇപ്പഴാ അത് വിശ്വസിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു കള്ളം പറയുമായിരിക്കും. ആണല്ലേ? എപ്പോഴും വേറെ കാര്യമുണ്ട്. ഞാൻ എങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണണം. രാത്രി ആണെങ്കിലും ഇവിടെ കാണണം. ഞാൻ ഇവിടെ ഇല്ല. ഇതിലാണ് എനിക്ക് വിശ്വാസം കാര്യങ്ങൾ. കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്താ നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ തിരിച്ചിട്ടോ? അതല്ലെന്ന്. ജൂലൈ 1-ാം തീയതി അന്ന് ഞാൻ ലീവ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജിമ്മൻ ഷാജിയുടെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. നല്ല മനസ്സിലായിരിക്കും അവർക്ക്. അതെന്താ സംശയം? അവര് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ പൊന്തക്കാടിന്ന് ഒരു ബഹളം, ഒരു സൗണ്ട്. ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ തോർത്തും ഇങ്ങനെ കെട്ടി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും നോക്കില്ല, ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ ഏറി ടഹേ തിരു നെറ്റി. ടഹേന്റെ സൗണ്ട് കേട്ടു. തിരുനെറ്റിയിലല്ലടാ, ഉച്ചയ്ക്കാ കൊണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാനിയായിട്ടുള്ള ജീവിതമല്ലേ. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അണ്ണാ അപ്പൊ നീ അങ്ങ് പോയോ? അല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സാധാരണ എന്റെ പുറകിന് ചാടിത്തുള്ളി വരുന്നതാണല്ലേ. ചെന്നില്ലെങ്കിൽ പഴക്കം ഈ ചെറുക്കൻ പാവോ ചെറുക്കന്. നല്ല രസമുണ്ടല്ലോ. ഒന്നുമില്ല അങ്ങനെ. ആദ്യമായിട്ടൊന്നും ഫസ്റ്റ് ടൈം വരുന്ന പോലെ. ഞാൻ അണ്ണനോട് പറഞ്ഞു കൊടുക്കുവേ. പിന്നെ അണ്ണനെ അറിഞ്ഞുകൂടാത്ത പോലെ. അണ്ണോ എന്താടി ഈ ചെറുക്കൻ എന്തുകൂടെ കാണിക്കുന്നത് നോക്കിക്കേ. കാണിക്കുന്നു. ഈ ചെറുക്കനെ ഒരു ശീലമുണ്ട്. പഞ്ചസാരയും കാപ്പിപ്പൊടിയും കയ്യെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ നക്കും. അതിന്റെ പുറകെ ചൂടുവെള്ളം കുടിക്കും. അതാണ് അവന്റെ ഫിൽറ്റർ കോപ്പി. അവൻ കുടിക്കാൻ കുടിക്കട്ടെ. അത് എന്തെങ്കിലും ചെയ്യാൻ ചെറുക്കനെ വഴക്ക് പറയാം. അണ്ണ ഇങ്ങോട്ട് നോക്കിയാണേ ഈ ചെറുക്കൻ എന്തോ കാണിക്കുന്നെന്ന്.
കണ്ടോ ഇത് കണ്ടോ, ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ആ ചേച്ചിയെ പറഞ്ഞു. ആ ഇല്ല ഇത് ഞാൻ എന്തായാലും നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചെറുക്കനെ വഴക്ക് പറയല്ലേ? ഞാൻ വഴക്ക് പറയും. ബർത്ത്ഡേ ടീച്ചർക്ക് എന്തോ കാണിച്ചെന്നറിയാവോ? പായസം തരാതെ ഒറ്റയ്ക്ക് കുടിച്ചെണ്ണ. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചോ? ഞാൻ അങ്ങനെ ചെയ്യാം. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിക്കണം. ഞങ്ങൾക്ക് തരണ പായസം. ഞാൻ ഇതെടുത്തോട്ടെ. അത് എടുക്കട്ടെ, അത് അവിടെ എടുക്കണ്ട, അവിടെ ഇരുന്നട്ടെ. തരൂലേ ഇപ്പൊ എനിക്ക്? തരത്തില്ല, അത് തരത്തില്ല, അവിടെ ഇരിക്കട്ടെ. അതെന്റെ ഇത് ഞാൻ പൊക്കിയിരിക്കും ചേച്ചി, ഇത് ഞാൻ പൊക്കിയിരിക്കും. ഇത് ഞാൻ പൊക്കിയിരിക്കും. പോടാ അങ്ങോട്ട്. ഓടാ ഇംഗ്ലീഷ് ചോദിക്കാം. ഇംഗ്ലീഷ് കുതിയാന്ന് അങ്ങനെ വേണം, അത് വേണം. പാവൊന്നുമില്ല. അറിയാതെ പറയുന്നില്ല, നാക്ക് ഇംഗ്ലീഷിനകത്ത് കയറി പോകുന്നുണ്ടല്ലോ, കൊതി കാരണം. എന്തോ ഇത് ഞാൻ അവന്റെ അമ്മയോട് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, പാവം പിടിച്ച് ചേർക്കണം. നിനക്ക് അവനെ പറ്റി അറിയാൻ വേണ്ടാ. എടി അവരച്ഛൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ചെറുക്കനെ വളർത്തിയെന്നറിയാവോ? പിന്നെ പണക്കാരൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകുക, അവർക്ക് പാചകം ചെയ്ത് കൊടുക്കുക, അങ്ങനൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്ക് എന്നെ കാണും. ഞാൻ വഴക്ക് പറയും അവരെ. പാത്രമൊക്കെ പണക്കാരുടെ വീട്ടിൽ കഴുകാൻ പോകുന്നേനാ? അന്നല്ല, എന്നും അവിടുന്ന് മോരുകറി മാത്രം എനിക്ക് കൊണ്ടുതരും. ഞാൻ പറയാം പണക്കാരുടെ വീട്ടിൽ പോകുന്നില്ല, വലിയ ചിക്കനൊക്കെ കൊണ്ടു തരണം എനിക്ക്. എന്തൊരു മനുഷ്യ, ഞാൻ വിചാരിച്ചില്ല ഞാൻ കൊണ്ട് പറയുമായിരിക്കും. പറയാതെ അവരമ്മ കുഞ്ഞിലേ തൊട്ട് എനിക്ക് അറിയാന്ന. പിന്നെ അവരച്ഛനെ, എന്റെ അച്ഛൻ പണിക്ക് പോകുന്ന സ്ഥലത്തല്ല അവരച്ഛൻ എന്റെ അച്ഛൻ കൊണ്ടുപോകായിരുന്നു. പണിക്ക് കൂട്ടി പിടിച്ചോണ്ട് വന്നോ? ഇല്ല, പണി കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ വെള്ളം അടിച്ച് വടി കിടക്കുമ്പോ എടുത്തോണ്ട് വരാൻ വേണ്ടി. അല്ല അച്ഛൻ കുടിക്കുമായിരുന്നോ? എന്റെ അച്ഛൻ കുടിക്കുമായിരുന്നു. ഒരു ദിവസം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ അച്ഛൻ്റെ ഇവിടെ ഒരു വര. അതെന്തുവാ? ഈ വെള്ളപ്പൊക്കം കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോ ഒരു വര കാണത്തില്ലയോ, അതുപോലെ ഇത്രയും നീർന്ന് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയതാ. സന്ധ്യയായപ്പോ പിന്നെ നോക്കിയപ്പോ വീണ്ടും ഇവിടെ കിടക്കുന്ന ലെവലിൽ, ഈ കണ്ണ് ലെവലിൽ വെള്ളം കുടിക്കുന്ന ആളാണ് എന്റെ അച്ഛനെ. അത് പറ, കൊള്ളാം. പിന്നെ അതെങ്ങനെ നിർത്തിയത്? എനിക്കെന്ന് പറഞ്ഞാൽ അച്ഛനെ കൂടി ഞങ്ങള് മറ്റേ അവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. എനിക്ക് കുളി നിർത്തുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയെന്ന്. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ കൂടി നിർത്തി. എന്റെ അച്ഛനെ കൂടി നിർത്തി നീ നല്ല കരയുന്നത്. അതല്ല, ഇനി ചെയിൻ കാണുന്നില്ല. നമുക്ക് എറണാകുളത്ത് പോവാം. അതെന്തുവാ? ചെയിൻ കാണാൻ. ട്രെയിൻ കാണുന്ന കാര്യമല്ല പറഞ്ഞ. എന്റെ ചെയിൻ കാണാനില്ലെന്ന്. ഇന്നലെ മേടിച്ച് കൊതി തീരാതെ എന്റെ ചെയിൻ കാണുന്നില്ലെന്ന്. ചെയിൻ കാണുന്നില്ല. പോയടത്ത് പോയി നോക്കണി. പോയടത്ത് പോയി നോക്കിയാ പിന്നെ അവിടെ നിന്ന് എടുത്താ പറയാ. നീ പോയടത്തൊക്കെ ചെന്ന് നോക്കാനൊക്കെ ഉണ്ട്. ഞാൻ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എങ്ങോട്ടോ എവിടൊക്കെ പോയി? നീ എവിടൊക്കെയോ പോയി. കണ്ടാ ഇന്ന് വരെ ഇല്ലാത്ത അസുഖം തുടങ്ങി. നിങ്ങൾക്ക് എന്നെ സംശയമില്ല. ഞാൻ എവിടെ പോവാനാ? ഞാൻ എവിടെയും പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നീ ആർക്കെങ്കിലും അഴിച്ചു കൊടുത്താന്നോ? അത് ഞാൻ ആർക്ക് അഴിച്ചു കൊടുക്കാനാ? ആ പുണ്യല്ലാതെ ഇവിടോട്ട് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? എന്തുവാ? എന്താ ആ ചെറുക്കന് ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു സ്വഭാവമല്ല. ആര് പറഞ്ഞു? അപ്പുണ്ണിയുടെ ഉള്ളിൽ ചെറിയൊരു കൊച്ചുണ്ണി കിടപ്പുണ്ടടി. ഇല്ലെന്നോ? എടി എന്റെ ഇവനെന്താ പോയപ്പോ ചോദിച്ചിട്ട് പറഞ്ഞ് ഈ ഫ്ലവേഴ്സ് അവന് വേണമെന്നില്ലേ പറഞ്ഞത്? ഓ ഫ്ലവർ പൈസ. ഇതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഞാൻ മോണ കിട്ടിയാ കുത്തു. ഞാൻ കൊടുത്തില്ല, അവൻ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞില്ലയോ? അയ്യോ അത് ചുമ്മാ അവൻ പറഞ്ഞ മനസ്സിൽ വെക്കാതെ പറഞ്ഞതാ. അറിയാൻ വേണ്ടാ, പാവം നടിച്ച് നിന്നിട്ട് നമ്മളെ മുടിപ്പിക്കാനുള്ള പരിപാടിക്ക് അവൻ ഇറങ്ങി തിരിച്ചതാ. അതെന്തോ അങ്ങനെ അവൻ തന്നെ എടുത്തു. അവനെ വിളിക്കണം. അവന് ഇതുവരെ വീട്ടിൽ ചെല്ലാറായിട്ടില്ല. അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം. അപ്പുണ്ണിയേ കണ്ടോ, അവന് ശബ്ദം ഇടറിയേ കണ്ടോ? അവന് മനസ്സിലായി നമ്മളത് പൊക്കോന്നുള്ള കാര്യം. അപ്പുണ്ണിയേ ഞാൻ വിളിച്ചപ്പോ എന്താ വരാൻ താമസിച്ചേ? ഞാൻ അവിടെ സംസാരിച്ചോണ്ടൊക്കെ നിൽക്കില്ലായിരുന്നു. നമ്മുടെ നിങ്ങളുടെ അമ്മ അവിടെ ഇല്ലായിരുന്നു? ഇല്ല അമ്മയൊക്കെ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ടൗൺ വരെ പോയേക്ക്. അരി പൊടിച്ച് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞില്ലയോ? സാധനം വാങ്ങിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പണം എന്താ സംഭവം? എന്താ രണ്ടുപേരുടെ സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ സ്വർണം എവിടാ പണയം വെക്കുന്നേ? പൂപ്പണ. നീ പറ. പൂപ്പണ ബാങ്കിലെന്ന് കൊണ്ട് വെച്ചു. അവിടെ കൊണ്ട് വെച്ചു പൊടിപ്പിച്ചു. എന്താണ് രണ്ടുപേരും കൂടെ? നീ നേരത്തെ മൊബൈൽ അല്ലയോ? മൊബൈല് ചാർജ് ഉണ്ടോ? ഞാൻ കാര്യം ചോദിക്കട്ടെ. നീയേ കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കൊച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് കൊച്ചുണ്ണി? ഏത് കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണി സീരിയല് കണ്ടിട്ടോ? പിന്നെ ഭയങ്കര രസമല്ലേ? അയ്യോ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. മോഷണമല്ലേ അതിലൊക്കെ? പിന്നെ അതിലല്ലേ ഓമനക്കുട്ടനൊക്കെ അഭിനയിച്ചേ? ഓമനക്കുട്ടനെ? മണിക്കുട്ടൻ അറിയാം, കണ്ടായിരുന്നു. അത് കഥയൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കായംകുളം കൊച്ചുണ്ണി പാവങ്ങളെ ഒന്നും മോഷ്ടിക്കത്തില്ലായിരുന്നു. ഇല്ല മോഷ്ടിക്കത്തില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ മോട്ടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. നീ അന്ന് അങ്ങനെ ചെയ്യുമോ? ഞാൻ മോഷ്ടിച്ച അങ്ങനെ പാവങ്ങൾ കൊണ്ടു കൊടുക്കുന്ന എന്തിന്? നമ്മളെ കഷ്ടപ്പെട്ടല്ലേ മോഷ്ടിക്കുന്നത്. അത് പിന്നെ പാവങ്ങൾ കൊടുക്കാനാണ്. എന്നാ പിന്നെ മോഷ്ടിക്കാതിരുന്നാ പോരെ. അങ്ങനെ ഞാൻ ചെയ്യില്ല. കിട്ടും. അതൊക്കെ കൊച്ചുണ്ണിയുടെ നല്ല മനസ്സ്. അതാ കൊച്ചിനെ കണ്ട പരിപാടികൾ. നിങ്ങളെ ഈ ടോണൊന്ന് മാറ്റിയിട്ട് ചോദിച്ചേ. എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് കേട്ടോ
ഞാനും നീ കൂടെ ചോറുണ്ണാനിരിക്കുക. ആ, 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 ആ. ചോറുണ്ണാനിരിക്കുമ്പോ എന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും നിന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും ഇരിക്കുന്നു. ഓ ഓ നീ അറിയാതെ 1 മീൻ വറുത്തത് ഞാൻ എടുക്കും. അപ്പൊ നീ എന്താ ചെയ്യും? അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാത്രത്തിൽ ഇരിക്കുന്ന 2 മീൻ എന്റെ പാത്രത്തിൽ ഇരിക്കും. അത് അങ്ങനെ അല്ല, എന്റെ പാത്രത്തിൽ കേടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ മോഷണത്തിന്റെ കോഴ്സ് പഠിച്ചോനെ അറിയാം സംഭവമല്ല. നീ ഒരു കാര്യം ചെയ്യുന്നേ, പക്ഷേ, നിന്റെ മൊബൈൽ എടുത്ത് അവന്റെ കൊടുക്ക്. അവൻ ഗെയിം കളിച്ച് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തപ്പി പിടിക്കാൻ അത് പോക്കാം. എന്തോ അയ്യോ ദേണ്ടാ വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഗെയിമും കൂടെ ഉണ്ട്. നിനക്ക് പൈസ കളയാനൊക്കെ ഉള്ള ഒത്തിരി ഗെയിം അതിനകത്തുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്ക്. നീ കളിക്കും, മതി മറന്ന് കളിക്കും. അവിടെ കിടന്ന് മതി മറന്ന് കളിക്കട്ടെ. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ രണ്ടുപേർക്കും. ഇല്ലെങ്കിൽ മൊബൈൽ എടുത്ത അപ്പോഴാ ദേഷ്യവും ബഹളവും. അടുക്കളയിൽ പോയിട്ട് അവിടെ കാണാൻ ഉണ്ടോ നോക്കാം. ഏതാടാ ഗെയിം? ഇത് പണ്ട വെടിവെപ്പ് ഭയങ്കര രസമാണ് ഇത്. അതാരാ? അതാണ് കള്ളനായിട്ട് ഓട്ടിക്കുന്നുണ്ട്. ഞാൻ കള്ളന്റെ ഭാഗത്താ. പിന്നെ അയ്യോ, നീ ലയിക്ക് അതിനകത്ത് ലയിക്ക്. ലയിക്കാൻ എന്തോ, ഞാൻ ഇത് എന്നും കളിക്കുന്നതല്ലേ. ഗെയിം ലയിച്ച് കളിക്കണം. ലയിച്ച് തന്നെ കളിക്കുന്ന, പിന്നെ പ്രത്യേകിച്ച് അല്ലേ എന്ന് തോന്നുന്നു നമ്മളെല്ലാം. കൂടി പോണം. ചേച്ചി ചേച്ചി അവളോട് അറിഞ്ഞോണ്ടായി സംഭവം. അയ്യേ, ഇങ്ങനത്തെ കുടുംബക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്താ ചേച്ചി എന്താ സംഭവം? എന്താ കാര്യം? എന്താന്ന് പറ. എന്റെ അനിയനെ പോലെ നീ എന്റെ അനിയനെ പോലെ. കാര്യം പറ. എന്താണ് കാര്യം? എന്താന്ന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യമുണ്ട്, ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? എന്താ കാര്യം? എന്താ പറ എന്താ കാര്യം? ചെയിൻ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യും? എന്ത് ചെയ്യും? ചെയിനേ, ചേച്ചിയുടെ ചെയിനേ. എന്നെങ്ങനെ പാടി പിടിച്ചേക്കണം? എന്നെ പാടി കാര്യം? സമ്മതിച്ചോ? കഷ്ടം, ഞങ്ങളുടെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കി. സമ്മതിക്കടാ, നീ ഒന്ന് സമ്മതിക്കടാ. കഷ്ടം ഉണ്ടടാ, ഒന്ന് മനസ്സിലാക്കി. ഇവിടെ ചെയിൻ അടിച്ച് പറ്റിക്കൊണ്ട് പോയിട്ടാ. ചെയിൻ അടിച്ച് പറ്റി നീ ഇവിടെ അങ്ങോട്ട് കയറി. ഞാൻ ഒരു ചെയിനും എടുത്തില്ല. നീ കള്ളം പറയരുത് അണ്ണാ. അങ്ങനെ ചോദിച്ചപ്പം ഞാൻ എടുത്തില്ല, സത്യം അണ്ണാക്കിലോട്ട് കുത്തിക്കട്ടെ. അയ്യോ, എന്റെ ചെയിൻ, എന്റെ ചെയിൻ. എന്ത് സംഭവം? ചെയിൻ കിട്ടി, ഇങ്ങ് തന്നേരെ, ഇങ്ങ് തന്നേരെ. എന്ത് സംഭവം? ശ്രദ്ധിക്കാത്ത നിനക്ക് നീ ഈ ചെയിൻ വേണ്ട. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ഇല്ലയോ? ഞാൻ നിനക്ക് ഇരിക്കട്ടെ ഈ ചെയിൻ. എനിക്ക് ചെയ്യില്ല. എന്റെ ചെയിൻ കാണാതെ പോയ ചെയിനേ ഈ തോർത്തിനകത്ത് നിന്ന് കിട്ടിയടാ. ആണല്ലേ? ഈ തോർത്ത് എവിടെ നിന്ന് മേടിച്ച ചേച്ചി? അണ്ണാച്ചിയുടെ കയ്യിന്ന്. എന്നാ ഈ തോർത്ത് തന്ന അണ്ണാച്ചിക്കും ഈ തോർത്തിനും എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെന്തോത്തിനാ? ഇല്ലെങ്കിൽ എന്റെ ഈ ബർത്ത്ഡേ ഡെത്ത് ഡേ ആയന ഈ സമ്മാനം കിട്ടൂല. വെറുതെ സംശയിച്ചില്ലേടി.